ശ്രീജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? നാട്ടികയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ മതിക്കുന്ന കാര്യം എന്താണ്? നാട്ടിക, അതായത് നാട്ടിക എന്ന സ്ഥലത്തിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ആ മണ്ഡലത്തിലെ ഒരു പ്രത്യേക സ്ഥലമാണ്. അത് അന്തിക്കാട് എന്ന സ്ഥലമാണ്. അന്തിക്കാട് എന്ന സ്ഥലത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. അവിടെ ഞാൻ ആദ്യമായി അന്തിക്കാട്ടേക്ക് പോകുന്നത് ബിനോയ് വിശ്വം, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന അവരുടെ ജാഥ, തെരഞ്ഞെടുപ്പ് ജാഥയുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ആദ്യം ഈ തൃശ്ശൂർ ബ്യൂറോയിലെത്തിയതിന് ശേഷം ആദ്യമായി ഞാൻ ആ മേഖലയിലേക്ക് പോകുന്നു. അന്തിക്കാട് കൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ കണ്ടത്, ആദ്യഘട്ടത്തിൽ കണ്ടത്, അവിടേക്ക് ഞങ്ങളെ വിളിച്ചത് ഒരു ജോർജ് ചടയമുറി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്. ആ പേര് ഇപ്പോൾ കുറച്ചുകൂടി ഫേമസ് ആണ്. തൊട്ടടുത്ത് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥിയുടെ പേരുമായൊക്കെ ചേർത്ത് വായിക്കാവുന്ന ഒരു കൊച്ചുമകനാണ് വർഗീസ് ജോർജ്. എന്തായാലും ആ ജോർജ് ചടയമുറിയുടെ സ്മാരകമാണ് ആ മേഖലയിലുള്ളത്. അതായത് അന്തിക്കാട് നിന്നാണ് CPIയുടെ തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉള്ളത്. അത് KP രാജേന്ദ്രൻ ആയിക്കോട്ടെ, VS സുനിൽകുമാർ ആയിക്കോട്ടെ, K രാജൻ ആയിക്കോട്ടെ, CC മുകുന്ദൻ, ഈ സ്ഥാനാർത്ഥിയായ CC മുകുന്ദൻ ആയിക്കോട്ടെ, അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയുള്ള പ്രദേശമാണ് അന്തിക്കാട്. അത് CPI മാത്രമല്ല, CPIM-നും ശക്തമായ രീതിയിലുള്ള വോട്ട് ബാങ്ക് ഉള്ളൊരു മേഖലയാണ് ഈ നാട്ടിക മണ്ഡലത്തിൽ അന്തിക്കാട് എന്ന പ്രദേശം. ഈ ചടയമുറി സ്മാരകത്തിൽ ഇരുന്നാണ്, ചടയമുറി സ്മാരകം അവിടുത്തെ ഒരു കർഷക സംഘത്തിൻ്റെ ഒരു പഠന കേന്ദ്രം ഒക്കെയാണത്. അവിടെ ചെത്തുതൊഴിലാളികളുടെ വർദ്ധിച്ചു വന്ന ചെത്തുതൊഴിലാളിയുടെ സ്മാരകമുണ്ട്. CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ്. ഈ ചടയമുറി സ്മാരകത്തിൽ നിന്നാണ് CC മുകുന്ദനും അതുപോലെ തന്നെ VS സുനിൽകുമാറും K രാജനും ഒക്കെ രാഷ്ട്രീയം പഠിച്ച് കമ്മ്യൂണിസ്റ്റായി. അവർ തന്നെ വിശേഷിപ്പിക്കുന്നത് മോസ്കോ എന്നാണ്. അന്തിക്കാടിനെ മേഖലയിൽ വിളിക്കുന്നത് മോസ്കോ എന്നാണ്. എന്തായാലും അവിടെ നിന്നാണ് ഇവരെല്ലാവരും തന്നെ രാഷ്ട്രീയം അഭ്യസിക്കുന്നത്. അവിടെ നിന്നാണ് CC മുകുന്ദൻ MLA ആകുന്നത്. ഗീതാഗോപിയെ മാറ്റി CC മുകുന്ദനെ MLA ആക്കുന്നതിന് ചില കാരണങ്ങളൊക്കെ അന്ന് പാർട്ടിക്കകത്ത് ചർച്ചയായിരുന്നു. എന്തായാലും സാധാരണക്കാരനായ മുകുന്ദൻ, കമ്മ്യൂണിസ്റ്റായ മുകുന്ദൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. വലിയ ഭൂരിപക്ഷത്തിൽ മുകുന്ദൻ വിജയിച്ചു. പക്ഷേ മുകുന്ദൻ പിന്നീട് പാർട്ടിയോട് ഇടഞ്ഞ് പാർട്ടിക്ക് പുറത്തു പോകുന്നു. സീറ്റില്ല എന്ന് അറിയുന്നത് വരെ ഈ ജാഥയുടെ ഒക്കെ ഭാഗമായി വലിയ തോതിൽ മുകുന്ദൻ തന്നെയായിരുന്നു ആ മേഖലയിൽ ഉണ്ടായിരുന്നത്. ബിനോയ് വിശ്വത്തിന്റെ ജാഥയുടെ ഒക്കെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. മുകുന്ദന്റെ പ്രതികരണമൊക്കെ നമ്മൾ അന്ന് എടുത്തിരുന്നു. അന്നൊന്നും നമ്മൾ ഒരു ഘട്ടത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും BJP പാളയത്തിലാണ് എത്തിയത്. BJP പാളയത്തിലെത്തിയ മുകുന്ദനെ വളരെ ശക്തമായി നേരിടുന്നുണ്ട്. പക്ഷേ CPIയുടെ അല്ലെങ്കിൽ CPIM-ന്റെ ഇടതുപക്ഷ വോട്ടുകൾ കമ്മ്യൂണിസ്റ്റുകാരനായ മുകുന്ദൻ എത്രത്തോളം പിക്ക് ചെയ്യുമെന്നൊരു ഭയം മുന്നണികൾക്ക് ആ ഘട്ടത്തിലുണ്ട്. അതിനുവേണ്ടി പ്രത്യേക കമ്മിറ്റികൾ VS സുനിൽകുമാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ ആ മേഖലയിൽ തന്നെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ശക്തമായ മത്സരം മുകുന്ദൻ ആ മേഖലയിൽ കാഴ്ചവെക്കുന്നുണ്ട്. സുനിൽ ലാലൂരാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. എന്തായാലും മത്സരം കടുത്തതാണ്. ജാഗ്രതയോടുകൂടിയാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ CPI മുകുന്ദനെ ഈ ഒരു ഘട്ടത്തിൽ നേരിടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.